നമസ്കാരം ഡിയേഴ്സ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ള സിമ്പിൾ വില്ലേജ് ഡ്രാമാസ് കണ്ടാലോ? ഓക്കെ, അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അതിനു മുന്നേ ഈ വില്ലേജ് ഡ്രാമ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ഒരു സിറ്റി ലൈഫത്തെ ഡ്രാമാസ് കുറെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പം ഓഫീസ് റൊമാൻസ്, ഇപ്പൊ നമ്മുടെ ആക്ടർ CEO ആയിരിക്കും, ആക്ട്രസ് എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്യുന്ന സ്റ്റോറീസ് ഒക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. നമ്മളിപ്പോ നമ്മുടെ നാടൊക്കെ വിട്ടിട്ട് കൊച്ചി, ബാംഗ്ലൂർ, ചെന്നൈ അവിടെയൊക്കെ പോയിട്ട് നമ്മൾ വർക്ക് ചെയ്യാറില്ലേ? അപ്പൊ നമ്മുടെ ലൈഫ് സ്റ്റൈൽ എല്ലാം നമ്മൾ മാറാറുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ അതേപോലെ തന്നെയാണ് ഇവിടുന്ന് കൺട്രി സൈഡിൽ നിന്നുള്ള ആൾക്കാര് സിയോൾ എന്ന് പറയുന്ന സ്ഥലങ്ങളിലൊക്കെ പോയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. അവരുടെ സിറ്റി എന്ന് പറയുന്നത് സിയോൾ ആണ്. അപ്പൊ അവിടെയൊക്കെ പോയിട്ട് വർക്ക് ചെയ്യാന്ന് പറയുന്നത് തന്നെ വലിയൊരു സംഭവമായിട്ടാണ് ഇവിടുത്തെ ആൾക്കാർ കണക്കാക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. അതായത് സിയോളത്തെ ആൾക്കാർ കൺട്രി സൈഡിലൊക്കെ വന്നിട്ട് താമസിക്കുക, അവരുടെ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് തന്നെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ളവരുടെ കഥകളായിരിക്കും ഈ ഡ്രാമകളിലെല്ലാം ഫോളോ അപ്പ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഡ്രാമയാണ് വെൻ ദ ക്യാമലിയ ബ്ലൂംസ്. 2019 റിലീസ് ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് ആൻഡ് കോമഡി ഡ്രാമയാണ് വെൻ ദ ക്യാമലിയ ബ്ലൂംസ്. ഇതിൽ മെയിൻ ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് കിം നാ യോൾ എന്ന് പറയുന്നിട്ടുള്ള ആക്ട്രസും കോൺ ഹ്യോ ജിൻ എന്ന് പറയുന്ന ആക്ട്രസും ആണ് കേട്ടോ. അപ്പൊ ഇതിൽ കോൺ ഹ്യോ ജിൻ എന്ന് പറയുന്ന ആക്ട്രസ് ഒരു സിംഗിൾ പാരന്റിന്റെ, ഒരു സിംഗിൾ മദറിന്റെ ക്യാരക്ടറാണ് അഭിനയിക്കുന്നത്. നമ്മുടെ ആക്ടർ ആണെങ്കിൽ ഇതിലൊരു പോലീസ് ഓഫീസർ ആണ്, കൺട്രി സൈഡിലുള്ള ഒരു പോലീസ് ഓഫീസർ ആയിട്ടാണ് ഇതിൽ അഭിനയിക്കുന്നത്. ആക്ട്രസ് ആണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു സിംഗിൾ മദറിന്റെ ക്യാരക്ടറാണ്. അപ്പൊ ഇവര് തമ്മിൽ പ്രണയത്തിലായാൽ എങ്ങനെയായിരിക്കും കഥ മുന്നോട്ട് പോകുന്നത്? അതിൽ 36 എപ്പിസോഡ്സ് ഉണ്ട്. പക്ഷെ ഈ 36 എന്ന് പറഞ്ഞാൽ ഏകദേശം 16 എപ്പിസോഡ്സിന്റെ ആ ഒരു ഹവേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ബോർ അടിക്കത്തൊന്നുമില്ല. സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോറി തന്നെയാണ് ഇത് ഫോളോ അപ്പ് ചെയ്യുന്നത്. എല്ലാവർക്കും ഇഷ്ടമായിരിക്കും കേട്ടോ. ഇനി സെക്കൻഡ് ഡ്രാമയാണ് സമ്മർ സ്ട്രൈക്ക്. 2022 റിലീസ് ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് ഡ്രാമയാണ് സമ്മർ സ്ട്രൈക്ക്. ഇത് എന്താന്ന് വെച്ചാൽ നമ്മുടെ ആക്ടർ മെയിൻ ആയിട്ട് ഇൻട്രോവേർട്ടഡ് ആണ് കേട്ടോ. അപ്പൊ ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള ഒരാളുടെ സ്റ്റോറി നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഇൻട്രോവേർട്ടേഴ്സ് ആയിട്ടുള്ള കപ്പിൾസിന്റെ സ്റ്റോറി നിങ്ങൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു സ്റ്റോറിയാണ് സമ്മർ സ്ട്രൈക്കിൽ ഫോളോ അപ്പ് ചെയ്യുന്നത്. സിയോൺ ഹ്യോൾ എന്ന് പറയുന്ന ആക്ട്രസും അതേപോലെ തന്നെ യിം സിവാൻ എന്ന് പറയുന്ന ആക്ടറും ആണ് ഇതിൽ മെയിൻ ലീഡ്സ് ആയിട്ട് അഭിനയിച്ചേക്കുന്നത് കേട്ടോ. ഇതിൽ മെയിൻ ആയിട്ട് സ്റ്റോറി എന്താന്ന് വെച്ചാൽ ഇതിൽ സിയോൺ ഹ്വാൻ എന്ന് പറയുന്ന ആക്ട്രസ് സിയോളിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു കേട്ടോ. പക്ഷെ ലൈഫ് ടോട്ടലി ചേഞ്ച് ആവുകയാണ്. അവളുടെ വർക്കിംഗ് ആയിക്കോട്ടെ, അവളുടെ അമ്മ മരിച്ചതിനൊക്കെ ശേഷം അവൾക്ക് ടോട്ടലി ഡിപ്രസ്ഡ് ആവുകയാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും ഈ ഒരു വർക്ക് ഹോളിക് ആയിട്ടുള്ള ആ ഒരു ജോബിൽ നിന്ന് അവൾക്ക് മറികടന്ന് ഫ്രീ ആയിട്ടുള്ള ഒരു ലൈഫ് എൻജോയ് ചെയ്യണം എന്നൊരു ആഗ്രഹത്തോട് കൂടിയിട്ട് ജോബ് എല്ലാം വേണ്ട വെച്ച്, അവിടുത്തെ വീടും എല്ലാം വേണ്ടാന്ന് വെച്ചിട്ട് കൺട്രി സൈഡിലോട്ട് വന്നിട്ട് സെൽഫ് ലവ് അവൾ എൻജോയ് ചെയ്യാണ് കേട്ടോ. അങ്ങനെ ഒരു സ്റ്റോറിയാണ്. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോഴത്തെ ആളുകൾക്ക് വർക്ക് എന്നൊക്കെ പറയുമ്പോൾ ഡിപ്രഷൻ അടിച്ച് നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ചിലപ്പോൾ ഒക്കെ നമുക്ക് തോന്നാറില്ലേ, ഒന്ന് റിസൈൻ ചെയ്തിട്ട് ഹാപ്പി ആയിട്ട് ഒന്ന് ലൈഫൊക്കെ ഒന്ന് എൻജോയ് ചെയ്യണമെന്നൊക്കെ തോന്നാത്ത ആൾക്കാർ ആരും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടർ ആയിട്ടാണ് സിയോൾ ഹ്വാൻ എന്ന് പറയുന്ന ആക്ട്രസ് ഇതിൽ അഭിനയിച്ചേക്കുന്നത് കേട്ടോ. എന്നിട്ട് കൺട്രി സൈഡിൽ വന്നിട്ട് നമ്മുടെ ആക്ടറിനെ മീറ്റ് ചെയ്തിട്ട് അവര് ഫോൾ ഇൻ ലവ് ആവുന്ന സ്റ്റോറിയാണ് ഇതിൽ പറയുന്നത് കേട്ടോ. മൂന്നാമത്തെ ഡ്രാമയാണ് 2021 റിലീസ് ആയിട്ടുള്ള ഹോം ടൗൺ ചാ ചാ ചാ. എനിക്കിത് പേഴ്സണലി ഇഷ്ടമായിട്ടുള്ള ഡ്രാമയാണ് കേട്ടോ. ഇതിലെ ആക്ടറെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൽ ആക്ട് ചെയ്തേക്കുന്നത് ഷിൻമിന എന്ന് പറയുന്ന ആക്ട്രസും കിം സിയോൺ ഹോ എന്ന് പറയുന്ന ആക്ടറും ആണ് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഈ ആക്ടറിനെ ഭയങ്കര ഇഷ്ടമാണ്. ഇദ്ദേഹത്തിന്റെ ആക്ടിങ് ഒക്കെ കാണാനായിട്ട് ഭയങ്കര രസമാണ് കേട്ടോ. ഇത് നല്ലൊരു റൊമാൻറ്റിക് കോമഡി ഡ്രാമയാണ്. ഇതിൽ ഒരുപാട്, ഞാൻ പറഞ്ഞ പോലെ വില്ലേജ് ഡ്രാമ എന്ന് പറയുമ്പോൾ ഇതിൽ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ടായിരിക്കും കേട്ടോ സപ്പോർട്ടിങ് ആയിട്ട്. അപ്പൊ ഇവരുടെയൊക്കെ ആക്ടിങ് ഒക്കെ കാണാനായിട്ട് ഭയങ്കര രസമാണ്. ഇവരുടെ കെമിസ്ട്രിയും അതേപോലെ തന്നെ ആ ഒരു കോമഡി സീൻസും ഒക്കെ കാണാനായിട്ട് ഭയങ്കര രസമാണ് കേട്ടോ. ഇതിൽ സിമ്പിൾ സ്റ്റോറിയാണ്. സ്റ്റോറി എന്താന്ന് വെച്ചാൽ നമ്മുടെ ആക്ട്രസ് ഷിൻമിന ഇതിലൊരു ഡെന്റിസ്റ്റ് ആയിട്ടാണ് സിയോളിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടർ ആയിരുന്നു. ശേഷം കൺട്രി സൈഡിലോട്ട് വന്നിട്ട് അവള് ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യുകയും ദെൻ നമ്മുടെ ആക്ടർ ആയിട്ടുള്ള കിം സിയോൺ ഹോ എന്ന് പറയുന്ന ആക്ടറിനെ മീറ്റ് ആക്കുകയും പിന്നെ പ്രണയത്തിലാവുകയും ചെയ്യുന്ന സ്റ്റോറിയാണ് ഇതിൽ പറയുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ സിമ്പിൾ ആണ്. മൈൻഡ് ഫ്രീ ആയിട്ട് നിങ്ങൾക്കൊരു സിമ്പിൾ ഡ്രാമ കാണണം എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് എന്തായാലും ഞാൻ ഈ ഡ്രാമ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നു കേട്ടോ.
ഫോർത്ത് ഡ്രാമയാണ് 2023 റിലീസായിട്ടുള്ള വെൽക്കം ടു സംഡൾട്രി. ഇതിൽ പേരിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഈ സംഡൾട്രി എന്ന് പറയുന്നത് ഒരു വില്ലേജ് നെയിമാണ് കേട്ടോ. ഇതിൽ മെയിൻ ആയിട്ട് അഭിനയിച്ചേക്കുന്നത് ഷിൻ ഹേ സൺ എന്ന് പറയുന്ന ആക്ട്രസും പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ടർ ആയിട്ടുള്ള ജി ചാങ് വോക്ക് ആണ് ഇതിൽ അഭിനയിച്ചേക്കുന്നത് കേട്ടോ. ഇവരുടെ കെമിസ്ട്രി ഒക്കെ കാണാനായിട്ട് ഭയങ്കര രസമാണ്. ഇത് നല്ലൊരു റൊമാൻറ്റിക് ഡ്രാമയാണ് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിലെ ആക്ട്രസ് സിയോളിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫർ ആയിരുന്നു. പക്ഷെ ലൈഫ് ചേഞ്ച് ആവുന്നു. സിയോളത്തെ ആ ഒരു കരിയർ അവള് മാറ്റി വെച്ചിട്ട് ശേഷം കൺട്രി സൈഡിലോട്ട് അവളുടെ ഹോം ടൗണിലേക്ക് വരികയാണ്. ദെൻ നമ്മുടെ ആക്ടറിനെ മീറ്റ് ആക്കുന്നു, ഇഷ്ടപ്പെടുന്നു. അങ്ങനത്തെ സ്റ്റോറിയാണ് ഇതിനും ഫോളോ ചെയ്യുന്നത് കേട്ടോ. ജി ചാങ് വോക്കിന്റെ റൊമാൻറ്റിക് ഡ്രാമാസ് ഒക്കെ കാണാനായിട്ട് ഭയങ്കര രസമാണ്. ഞാൻ പറയേണ്ട ആവശ്യമില്ല, കെ ഡ്രാമ കാണുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ് അദ്ദേഹത്തിന്റെ ആക്ടിങ് കേട്ടോ. സോ ഞാൻ അങ്ങനെയുള്ളവർക്കും ഈ ഡ്രാമ സജസ്റ്റ് ചെയ്യുന്നു. ഇനി ഫിഫ്ത്ത് ഡ്രാമയാണ് ഡോഡോ സോൾ സോൾ ലാലാ സോൾ. 2020 റിലീസായിട്ടുള്ള ഡ്രാമയാണ് കേട്ടോ. ഇത് എല്ലാവർക്കും അറിയാനുള്ള ചാൻസ് കുറവാണ് കേട്ടോ. കൂടുതലും കെ ഡ്രാമ കണ്ടവർക്ക് മാത്രമാണ് ഈ ഡ്രാമയിൽ എത്തിപ്പെടാൻ പറ്റത്തുള്ളേ. അതുകൊണ്ട് തന്നെ ഈ ഡ്രാമ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഡ്രാമയാണ്. അതുകൊണ്ടാണ് ഇത് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. ഇതിൽ അഭിനയിച്ചേക്കുന്നത് ഗോവാര എന്ന് പറഞ്ഞിട്ടുള്ള ആക്ട്രസ് ആണ് കേട്ടോ. അവൾ ഇതിലൊരു പിയാനിസ്റ്റ് ആയിട്ടാണ്. പിയാനിസ്റ്റ്, അതായത് കൺട്രി സൈഡിൽ വന്നിട്ട് ഒരു പിയാനോ അക്കാഡമി തുടങ്ങുകയാണ്. അവിടുത്തെ ആളുകൾക്ക് വേണ്ടിയിട്ട് പിയാനോ പഠിപ്പിക്കുകയാണ്. ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ആക്ടറിന്റെ പേര് ലീ ജെ വൂക്ക് ആണ്. ശേഷം ഇവർ തമ്മിൽ മീറ്റ് ആക്കുകയും പ്രണയത്തിലാവുകയും ചെയ്യുന്ന സ്റ്റോറിയാണ് ഇതിൽ ഫോളോ ചെയ്യുന്നത് കേട്ടോ. ഇതും സിമ്പിൾ ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് ഡ്രാമയാണ്. ഇത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമായിരിക്കും കേട്ടോ. അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ള ഡ്രാമയിൽ ബെസ്റ്റ് എന്ന് തോന്നിയിട്ടുള്ള വില്ലേജ് ഡ്രാമകളാണ് കേട്ടോ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്തേക്കുന്നത്. അത് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും പറഞ്ഞേക്കണേ. അപ്പൊ ഇതുപോലത്തെ വ്യത്യസ്ത തരം ജോണറുകൾ പെടുന്ന ഡ്രാമകളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പൊ അതുവരേക്കും ബൈ.